ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെയും നിർവഹണ ഉദ്യോഗസ്ഥരെ പദ്ധതി നടത്തേണ്ട സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റിയും ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരെ അനുവദിക്കാതെയും ഇടത് സർക്കാരും CPM-ഉം ശ്രീകണ്ഠപുരം നഗരസഭയ്ക്കെതിരെ നടത്തുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ഇത് രാഷ്ട്രീയപരമായി ചെറുക്കണമെന്നും UDF നേതൃത്വം അറിയിച്ചു. മാർച്ച് 27 വരെ ട്രഷറിയിൽ ബില്ലുകൾ സമർപ്പിക്കാമെന്നിരിക്കെ 22-ന് ശേഷം കൊടുത്ത ഒരു ബില്ലും പാസാക്കേണ്ടതില്ല എന്ന നിർദ്ദേശം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ട്രഷറിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും 1.75 കോടിയുടെ ബില്ലുകൾ പാസാക്കാനുണ്ട്. 2020-21 ആവശ്യമായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്ന സമയത്ത് ശ്രീകണ്ഠപുരം നഗരസഭ സ്പിൽ ഓവർ പദ്ധതി അടക്കം 115% പൂർത്തിയാക്കി സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തായിരുന്നു. മാർച്ച് മാസം സെക്രട്ടറി വന്നതിന് ശേഷമാണ് സെക്രട്ടറിയുടെ പദ്ധതികൾ ചെലവിലേക്ക് നീങ്ങിയത്. എഞ്ചിനീയറുടെ കുറവ് പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കി. ഇപ്പോഴും എഞ്ചിനീയറുടെയും 2 ഓവർസിയർമാരുടെയും ഓഫീസിൽ 4 ക്ലർക്കുമാരുടെയും ഒഴിവുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രചാരണം തിരിച്ചറിയണമെന്ന് UDF നേതൃത്വം അറിയിച്ചു. CPM-ഉം ഇടതുപക്ഷവും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠപുരം നഗരസഭയ്ക്കെതിരെ ഇല്ലാത്ത ആരോപണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പദ്ധതി നിർവഹണം പൂർത്തിയാക്കേണ്ട സമയത്ത് സെക്രട്ടറി അടക്കമുള്ള എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ നിന്ന് മാറ്റുകയും പകരം ഉദ്യോഗസ്ഥന്മാരെ അനുവദിക്കാതെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്താൻ കൂട്ടുനിന്നത് CPM-ഉം അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന കാര്യം നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ നാളുകളായി ശ്രീകണ്ഠപുരം നഗരസഭയ്ക്കെതിരെ CPM ഇല്ലാത്ത ആരോപണവുമായി മുന്നോട്ട് പോവുകയാണ്. മാർച്ച് 31 വരെ നാളിതുവരെ പദ്ധതി ബില്ലുകൾ മാറാനുള്ള അവസരമുണ്ടായിട്ട് പോലും ബില്ലുകൾ മാറാനുള്ള അവസരം 22 ചുരുക്കി നഗരസഭയ്ക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്കും വലിയ വീഴ്ചയുണ്ട്. കാരണം ട്രഷറി ബില്ലുകൾ അവസാന നിമിഷം വരെ സബ്മിറ്റ് ചെയ്യാനുള്ള 31 വരെ അവസരമുണ്ടെങ്കിൽ അത് 22 കൊണ്ട് അവസാനിപ്പിച്ച് കേരളത്തിലെ പല നഗരസഭകളെയും സാമ്പത്തികമായി പദ്ധതി നിർവഹണങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ കൊണ്ടുവന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നടപടിയാണ് എന്ന കാര്യം നാം സൂചിപ്പിക്കണം. CPM-ൻ്റെ നേതാക്കന്മാർ വാദോരാതെ പറയുന്നു ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഒന്നും ചെയ്തില്ല എന്ന്. ചരിത്രത്തിൽ ആദ്യമായി കൂട്ടുമുഖം ആശുപത്രിയുടെ കിടത്തി ചികിത്സ നിങ്ങളൊന്ന് ആലോചിക്കണം. 2 ഡോക്ടർമാരെയും അനുബന്ധ സ്റ്റാഫും ഉൾപ്പെടെ നഗരസഭ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 6 ഡോക്ടർമാരെ DMO അനുവദിക്കാമെന്ന് പറഞ്ഞു. 5 ഡോക്ടർമാരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. 1 ഡോക്ടർമാരുടെ സേവനം കൂടെ ലഭ്യമായാൽ കിടത്തി ചികിത്സ എന്ന് പറയുന്ന മലയോര മേഖലയിലെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നത് കണ്ടപ്പോൾ ആ ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് കിടത്തി ചികിത്സ അനുവദിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് DMO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയത് എന്ന കാര്യം നാം ഒന്ന് പരിശോധിക്കണം. ശ്രീകണ്ഠപുരത്തെ CPM-ന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ UDF നേതൃത്വം തയ്യാറാണ്. പരസ്യമായ ഒരു സംവാദത്തിന് CPM തയ്യാറാണെങ്കിൽ നഗരസഭ നാളിതുവരെ നടത്തിയ പദ്ധതികൾ എണ്ണി പറയാനുള്ള ചങ്കൂറ്റം ഈ പ്രദേശത്തെ UDF-കാർക്കുണ്ട്, നഗരസഭ ഭരിക്കുന്ന ചെയർപേഴ്സണുണ്ട്, കൗൺസിലർമാർക്കുണ്ട് എന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കിടത്തി ചികിത്സ സ്വപ്നമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കിടത്തി ചികിത്സ അനുവദിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് മേഖലയിൽ UDF ഭരിക്കുന്ന ഒരു നഗരസഭ കിടത്തി ചികിത്സ ആരംഭിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും LDF ഗവൺമെൻറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാനക്കേടാണ് എന്നുള്ളത് കൊണ്ട് ആ കിടത്തി ചികിത്സ എങ്ങനെ വൈകിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് CPM ആലോചിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 8 വർഷക്കാലമായി അധികാരം നഷ്ടപ്പെട്ട CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിരളി പിടിച്ച് നടക്കുന്ന ഒരാളിൻ്റെ അവസ്ഥയാണ് പല CPM നേതാക്കന്മാരും കാണുന്നത്. കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ കഴിയില്ല, സ്റ്റേറ്റിനെതിരെ സമരം നടത്താൻ കഴിയില്ല.
യാതൊരുവിധ സമരവും നടത്താൻ കഴിയാതെ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും ആളുകൾക്ക് പണിയില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് പത്രത്തിലെ തെറ്റായ ഒരു വാർത്തയുടെ പേരിലാണ് ഈ കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്ക് മുമ്പിലേക്ക് സമരാഭാവവുമായി CPM-ന്റെ ആളുകൾ കടന്നു വന്നത്. തെറ്റായ പ്രചരണം നടത്തി ഇന്ന് നമ്മൾ നടത്തുന്ന ഈ വികസന പ്രവർത്തനത്തെ തുരങ്കം വെക്കാമെന്നാണ് CPM-ന്റെ നേതാക്കന്മാർ വ്യാമോഹിക്കുന്നതെങ്കിൽ ഈ ശ്രീകണ്ഠപുരം നഗരസഭ നടത്തിയ എല്ലാ പദ്ധതികളും വിശദീകരിക്കാനും അതോടൊപ്പം തന്നെ നടത്തിയ പദ്ധതികൾ ജനമനസ്സിൽ സ്ഥാനം പിടിച്ചതുകൊണ്ടാണ് അത് ജനമനസ്സിൽ ഒരു പ്രതിഷേധമാക്കി മാറ്റാൻ CPM-ന് സാധിക്കാതെ വന്നത്. CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് CPM-ന്റെ കൂടെ ആ സമരവുമായി മുന്നോട്ട് വന്നത് എന്നതിനർത്ഥം CPM-ന്റെ ആളുകൾ പോലും അത് മുഖവിലക്കെടുന്നില്ല. ശ്രീകണ്ഠപുരം നഗരസഭ എന്ന് പറയുന്നത് ചരിത്രം മാറിയിരിക്കുന്നു, നഗരസഭയുടെ ചിത്രം മാറിയിരിക്കുന്നു, പട്ടണത്തിന്റെ മുഖം മാറിയിരിക്കുന്നു. ഇതൊന്നും കാണാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് CPM-ന്റെ നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ശ്രീകണ്ഠപുരം നഗരസഭ നടത്തിയ പദ്ധതിയെക്കുറിച്ച്, ശ്രീകണ്ഠപുരം നഗരസഭ കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് നടത്തിയ പദ്ധതികളെക്കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് UDF നേതൃത്വം തയ്യാറാണ്. CPM നേതൃത്വം തയ്യാറാണെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ശ്രീകണ്ഠപുരത്ത് വെച്ചൊരു പരസ്യ സംവാദത്തിന് ഈ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും തയ്യാറാവാണ്. പരസ്യ സംവാദമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം എന്ന് മാത്രമാണ് ഈ ആരോപണത്തിന് മറുപടി പറയാനുള്ളത്.